കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം പൊന്മുടി എക്കോ ടൂറിസം അടച്ചു. അതുപോലെ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാലാണ് ഈ നടപടിയെന്നും അജ്മൽ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, അവിടേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തൊക്കെ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്? കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം പൊന്മുടി എക്കോ ടൂറിസം സെന്റർ അടച്ചിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്കിനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവിടെ പ്രവേശനം ഉണ്ടായിരിക്കില്ല. പലരും വിനോദസഞ്ചാരത്തിന് തെരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പൊന്മുടി എക്കോ ടൂറിസം സെന്റർ. വളരെ പ്രകൃതിയുമായി അടുത്തു നിൽക്കുന്ന, പരിസ്ഥിതി ഏറെ സംരക്ഷിക്കുന്ന ഒരു മേഖല കൂടിയായതിനാൽ മനോഹരമായ പ്രകൃതിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേര് ഈ പൊന്മുടി എക്കോ ടൂറിസം സെന്റർ സന്ദർശിക്കാറുണ്ട്. എന്നാൽ കനത്ത മഴയാണ്, മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി അജ്മൽ ദിറാർ തിരുവനന്തപുരത്തും ചേരുകയാണ്. അജ്മൽ, ഈ പൊന്മുടി പ്ലാൻ ചെയ്തവർ ഇനി കുറച്ചു ദിവസത്തേക്ക് അങ്ങോട്ട് ചെല്ലണ്ട അല്ലേ? ഇപ്പോൾ സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നതിനിടെ ഈ മലയോര മേഖലയിലേക്കുള്ള പ്രവേശനം പലയിടങ്ങളിലും ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് കൂടുതലായും ഇത്തരത്തിൽ ഈ മണ്ണിടിച്ചിൽ മുൻകരുതൽ നിർദ്ദേശം എന്നുള്ള നിലയിൽ ഈ പ്രവേശനം വിലക്കിയിരിക്കുന്നത്. ഇതിലിപ്പോൾ തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്കുള്ള പ്രവേശനമാണ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് പൊന്മുടിയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 8-ാം തീയതി മുതൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ, അതായത് നാളെ മുതൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പൊന്മുടിയിലേക്കുള്ള പ്രവേശനം, എക്കോ ടൂറിസത്തിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനം പൂർണ്ണമായും നിർത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന, അജ്മൽ നിൽക്കുന്നിടത്തും നല്ല മഴയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ക്രിസ്റ്റീന, ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ 2 ദിവസമായി ശക്തമായ മഴ തുടരുന്നുണ്ട്. കാലവർഷം കേരളത്തിലേക്ക് എത്തിയതിന് മുതൽ എനിക്ക് തോന്നുന്നു തലസ്ഥാന ജില്ലയെ അത് രൂക്ഷമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ ഇന്ന് പകൽ മുഴുവൻ മഴ ചെറിയ തോതിലാണ് പെയ്തതെങ്കിൽ ഇപ്പോൾ വൈകിട്ടിന് ശേഷം സന്ധ്യയോടുകൂടി മഴ ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഞാൻ ഹൈവിന് നിൽക്കുന്ന ഈ സ്ഥലത്തടക്കം നമ്മുടെ ഓഫീസിന് മുമ്പിലുള്ള സ്ഥലമാണ്. ഇവിടെയും ശക്തമായ മഴ തുടരുന്നുണ്ട്. ഈ മഴ ഇങ്ങനെ ശക്തമായ കാലവർഷവും തുടരുകയും അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്തെമ്പാടും ശക്തമായ കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കൂടി മുന്നറിയിപ്പ് കൂടിയുള്ള പശ്ചാത്തലത്തിലാണ് എക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായ പൊന്മുടിയിലേക്ക് അടക്കം പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, എന്തായാലും കനത്ത മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴയുമായി ബന്ധപ്പെട്ട എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും എല്ലാവരും പാലിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.